നമ്മുടെ മലയാളത്തിൻ്റെ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മോഹമല്ലികയാണ് ഇന്ന് കൈരളിയിലെ ഓണം സ്പെഷ്യലാക്കാൻ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത്. സ്വാഗതം മല്ലിക ആൻറ്റി. സ്വാഗതം, സുസ്വാഗതം, സന്തോഷം. അല്ല, മോഹമല്ലിക എന്ന് പറയുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാ. മോഹമൊക്കെ കഴിഞ്ഞ് വയസ്സായി, ഇനിയിപ്പോൾ എന്ത് മോഹം, ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. പക്ഷെ അച്ഛൻ എത്ര ഭംഗിയുള്ള ഒരു പേരാണ് ആന്റിക്ക് സമ്മാനിച്ചത്, മോഹമല്ലിക. ഞാൻ അത് മാത്രമല്ല, എൻ്റെ ചേച്ചിമാരുടെ പേരുള്ളൂ. അതെ, പ്രേമചന്ദ്രിക, രാഗലതിക, മോഹമല്ലിക. പ്രേമവും രാഗവും മോഹവും ഞങ്ങൾ എടുത്ത് കളഞ്ഞു. പിള്ളേരൊക്കെ ആയപ്പം കളഞ്ഞില്ല, മാറ്റി വെച്ചിട്ട് ഭർത്താക്കന്മാരുടെ പേരൂടെ ചേർത്ത് ഇങ്ങനെ ചന്ദ്രിക മേനോൻ, ലതിക കർത്ത, മല്ലിക സുകുമാരൻ ആക്കിയതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ പേര് ഭയങ്കര ഒരു പ്രത്യേകതയായിരുന്നു. എല്ലാവരും മോഹമല്ലിക എന്ന് മുഴുവൻ പേരും വിളിക്കുമായിരുന്നു. അങ്ങനെ സ്കൂളിലും കോളേജിലും ഒക്കെ ആ ഒരു ഓർമ്മ ഉള്ളത് ഈ പേര് പറയുമ്പം. പ്രത്യേകിച്ച് ഞങ്ങളുടെ വിമൻസ് കോളേജിന്റെ ചെയർപേഴ്സൺ ഒക്കെ ആയ ആളാണ്, ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു അന്ന്. ശരിക്കും ആന്റി പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ, പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. അത് വലിയ അത്ഭുതമാണ്. കാരണം BA ഫൈനൽ ഇയറുകാരെ തോൽപ്പിച്ച് ഈ പറഞ്ഞതുപോലെ പിന്നെ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ, അത് അങ്ങനെ സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം അയ്യോ കഷ്ടം, കൊല്ലം കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എവിടെയാണോ എന്തോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സഹതാപ തരംഗം കൂടെ ഉണ്ടല്ലോ വോട്ട് കൊടുക്കാൻ. നമ്മളല്ലേ ആള് കിടന്ന് വാചോടിച്ച് ഞങ്ങളൊരു വലിയ ഗ്യാങ് ഈ പറഞ്ഞതുപോലെ അങ്ങനെ അങ്ങ് പോയി. എന്തോ അവസാനം കൗണ്ട് ചെയ്തപ്പം വിശ്വസിക്കാനൊക്കാത്ത മാർജിനിൽ ഞാൻ ജയിച്ചു. പ്രിൻസിപ്പൽ വിളിച്ച് ചോദിപ്പിച്ചു, എന്താണ് നിന്റെ രഹസ്യം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ല സാർ, നാക്കുകൊണ്ട് വാചോടിച്ചാന്ന് പറഞ്ഞു. അപ്പൊ അഭിനയിച്ചു തുടങ്ങി 2ാം വർഷം വീട്ടിൽ സംസ്ഥാന അവാർഡ് കൊണ്ടുവന്ന ആളാണ് ഈ ഇരിക്കുന്നത്. അപ്പം ശരിക്കും ആ ഒരു സമയത്തൊക്കെ ആന്റി സിനിമയിലേക്ക് വരുന്നു. അപ്പം സംസ്ഥാന അവാർഡ് എന്നൊക്കെ പറഞ്ഞാൽ അന്നൊക്കെ അയ്യോ, ഞാന് മദ്രാസിലെ RK ലാബില് ഡബ് ചെയ്തോണ്ടിരിക്കുകയാണ് സീമയ്ക്ക് വേണ്ടി ഒരു പടം. അപ്പോഴാണ് അടൂർ ഭാസ്കറിന്റെ മൂത്ത സഹോദരൻ, പുള്ളി ഇത്തിരി വയസ്സായപ്പോൾ RK ലാബിൽ അദ്ദേഹം വരും, ചന്ദ്രാജി ചേട്ടൻ. എൻ്റെ അടുത്ത് തോന്നി, എടോ ഒരു ന്യൂസ് ഉണ്ടേ. ഞാൻ പറഞ്ഞ ചേട്ടാ, അല്ല തനിക്ക് അവാർഡുണ്ട്. അപ്പോൾ ഞാൻ എന്തോന്ന് അവാർഡൊന്ന്, എന്തോന്ന് അവാർഡോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, അതല്ല, എന്തോന്ന് അവാർഡ്? അയ്യോ, കേരള ഗവൺമെൻറ് സിനിമയിൽ അഭിനയിച്ചവർക്കുള്ള അവാർഡ് കൊടുക്കുന്നുണ്ട്, മികച്ച 2ാമത്തെ നടി 2 പേര് ഷെയർ ചെയ്തു. KPSC എഴുതുന്ന ഞാൻ പോയേട്ടാ അവിടെ നിന്ന് KPSC എഴുതുന്ന ചേച്ചിയോടൊക്കെ നമ്മളെ ഞാൻ അല്ല, നിങ്ങൾ വായിച്ച് നോക്കാൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് കേട്ട് നോക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ കാണാൻ ന്യൂസിലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ചേച്ചിക്ക് ഒരു പടം. എനിക്ക് KG ജോർജ് സാറിൻ്റെ സ്വപ്നമാണ്. കുറച്ച് നേരത്തേക്ക് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയില്ല, വിശ്വസിക്കാനും പറ്റിയില്ല. എൻ്റെ ദൈവമേ, എന്താണോ ഈ കേൾക്കുന്നത്. പിന്നെ കോട്ടയത്തൊരു വലിയ താരനിശയിൽ വെച്ച് കരുണാകരൻ സാറാണെന്ന് എനിക്ക് അവാർഡ് തരുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു ആ ഫംഗ്ഷൻ. അന്നത്തെ അവാർഡ് നിശയിൽ കമലഹാസൻ, ദാസേട്ടൻ, ഇവരെല്ലാവരും പങ്കെടുത്ത് നല്ലൊരു വലിയ എല്ലാ നടീനടന്മാരും പങ്കെടുത്ത വലിയ ഫംഗ്ഷൻ. മല്ലിക ആന്റി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാം ഓർക്കാൻ പറ്റും, വളരെ ശക്തിയായ ഒരു സ്ത്രീയാണ് ആന്റി. കാരണം ഈ വളരെ ചെറിയ പ്രായത്തിൽ വിധവയാകുന്നു. അത് ഇതൊരു ആന്റിയുടെ 30s തന്നെ ചിന്തിപ്പം ഞാനൊക്കെ കടന്നു വന്ന ഈ ഒരു 13, അതാണ് ഞാനൊക്കെ കടന്നു വന്നത്. അതേ പ്രായത്തിൽ ആന്റി വിധവയാവുകയാണ്, മക്കളെ വളർത്തുന്നു. പൃഥ്വി ഈ 50 വർഷം ആഘോഷിച്ച വേളയിൽ പറഞ്ഞ ഏറ്റവും വൈറലായ ഒരു സാധനം ഉണ്ടായിരുന്നു, അമ്മ അത് ഞാൻ കരഞ്ഞതേയില്ല അച്ഛൻ മരിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. അതിന്റെ ഉത്തരമാണ് ഇന്ന് ഞങ്ങൾ 2 പേര്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അത് അവന്റെ ആ ഒരു ഇതും വെച്ചോണ്ട്, ഇങ്ങനെ 2 മക്കളില്ലേ, ഇനി എന്തിനാ ഇതിൽ കൂടുതൽ എന്ത് വേണം ചേച്ചി? ഞാൻ ഇതാണ് എനിക്ക് സുഖേട്ടൻ തന്ന ഏറ്റവും വലിയ ധനം ഞാൻ പറയാറുണ്ട്. സുഖേട്ടൻ തന്നെ ധനമാണെങ്കിലും അതിനിങ്ങനെ തങ്കം പോലെ ആക്കിയത് ആന്റി. അത്രമേല് എന്താ പറയുന്നത്, ഇവരെ കുട്ടികളല്ലേ മോളെ, നമുക്കൊരു പേടിയാ. ഒരു പ്രത്യേക പ്രായത്തിലേ എങ്ങനെയും പോകാവുന്ന ഒരു പരുവാണ്. ഒരു 17 മുതൽ ഒരു 20-22 വയസ്സ് വരെ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലൊന്ന് ചേർത്ത് നിർത്തി. മോനെ, അമ്മയ്ക്ക് ഈ പറഞ്ഞിട്ട് അതിനൊന്നും നോക്കാനുള്ള ഇതുമില്ല. അച്ഛൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പഠിക്കണം, നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം, എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം. ഇതൊക്കെ നമ്മളിങ്ങനെ പറയാത്. പക്ഷെ അവർ അതൊക്കെ അനുസരിച്ച് തന്നെ വളർന്ന കുഞ്ഞുങ്ങളാണ്. ഇന്നും എൻ്റെ കണ്ണ് നിറഞ്ഞാൽ ഷൂട്ടിംഗ് സ്ഥലത്ത് ഷൂട്ടിംഗ് നിർത്തി അയച്ച് 2 പേരും ഓടി വരും. അല്ലെ, അവിടത്തേക്ക് വന്ന 2 മരുമക്കൾ ആന്റീനെ പോലെ തന്നെ അതേപോലെ തന്നെ ശക്തരായ 2 പേരല്ലേ. ഞാൻ പറയുന്നത് അതെ, ഞാൻ പറയാം, രാജുവിന് പറ്റിയ ഒരാളാണ് സുപ്രിയ. സുപ്രിയ ഇങ്ങനെ രാജു ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നടന്നോളും. അത് തന്നെ പൂർണ്ണിമ. ഈ കുഞ്ഞുങ്ങളെ 2 പേര് നന്നായിട്ട് പഠിക്കും, ഇന്ദ്രന്റെ. എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ പ്രണയം നടത്തി, മറ്റേ വെബ് സീരീസും അഭിനയിച്ച്, ഇന്ദ്രന്റെ കാര്യങ്ങളും ഫിലിംഫെയർ അവാർഡ് വാങ്ങിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം നടന്നു. അപ്പൊ ഇങ്ങനെ 2 പേരല്ലെങ്കിൽ ഇവരും വിഷമിച്ചു പോയിനെ. സുഗണ്ണൻ എപ്പോഴും പറയും, 2 ആൺകുട്ടികളാണ്, അവര് കല്യാണം കഴിച്ചു പോകും. നിന്റെ മക്കൾ നിന്നെ സ്നേഹിക്കുന്നവരൊരു പക്ഷെ പുറമേ കാണിച്ചെങ്കിൽ ഉള്ളിൽ അവർ സ്നേഹിക്കും. അവരെന്റെ മക്കളാ പറയപ്പോഴും. അത്രയും അങ്ങോട്ട് പെൺകുട്ടികൾ, കാരണം അത് അവരുടെ കുറ്റമല്ല.
അപ്പം അവർക്ക് അവരുടെ അമ്മയോട് തോന്നുന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു അടുപ്പം, കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആ ഒരു മനസ്സ്, അയ്യോ എന്തോന്ന് വിചാരിക്കുമോ, എന്തോ രാജൻ്റെ അമ്മ അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ അമ്മ എന്ന് വിചാരിക്കാം. നീ അത് മനസ്സിലാക്കുക, അവരുടെ ജീവിതം സ്വസ്ഥമായിട്ട് വിട്. ചിലപ്പോൾ അവരുടെ അമ്മ ചെന്ന് 10 ദിവസം നിൽക്കുന്ന അത്രയും ഒരു സുഖമായിരിക്കത്തില്ല ഞാൻ ചെന്ന് നിൽക്കുമ്പം. കാരണം അവർ സ്വയം അയ്യോ അത് അമ്മ കാണുമോ, അത് കുറ്റമാണോ, ഇത് ശരിയാണോ, ഇങ്ങനെ ഒരു ടെൻഷൻ അവർക്ക് കാണുമല്ലോ. ഞാൻ വഴക്ക് പറയുന്നുള്ളതല്ല, എപ്പോഴും അമ്മായിയമ്മമാരെ കുറച്ചുകൂടെ പ്രീതിപ്പെടുത്താൻ നോക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സമൂഹത്തിലെ മരുമക്കൾക്ക്. അപ്പം ഞാൻ വിചാരിക്കും അവർ ജീവിച്ചോട്ടെ, എന്തിനാണ് അവരുടെ പുറകെ തൂങ്ങുന്നത്? നമുക്ക് വീടുണ്ട്, കാര്യങ്ങളുണ്ട്, അദ്ദേഹം സമ്പാദിച്ചത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അതെ, അവരുടെയൊക്കെ കാലത്ത് തന്നതെല്ലാം ഒന്നും കളഞ്ഞിട്ടില്ല. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ച് ബാങ്കിലിട്ടെങ്കിൽ അതിൻ്റെ 4 ഇരട്ടിയും കൂടെ അതിനെ കൂടെ ഇട്ടിട്ട് സുഖേട്ടൻ എൻ്റെ പേരിൽ തന്നെയാണ് എല്ലാം വാങ്ങിച്ചത്. മദ്രാസിലെ വീടാണെങ്കിലും കുട്ടിക്കാനത്ത് സ്ഥലം, എല്ലായിടത്തും ഊട്ടിയിൽ, അങ്ങനെ പലയിടത്തും അതെ. അതെല്ലാം വാങ്ങിച്ചതും എടുത്തതും ഒക്കെ ഞങ്ങളൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പം തന്നെ ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്ത് നല്ല എനിക്ക് ആ വാടക കിട്ടുന്നുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാശാണല്ലോ, അത് എനിക്ക് ഉണ്ടായ കാശൊന്നും അല്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും മക്കൾക്ക് പങ്കുമില്ല. മദ്രാസിൽ ഇതുപോലെ ഞാൻ നിൽക്കാം, ഇരിക്കട്ടെ. അപ്പം പിള്ളേരെല്ലാവരും ഇഞ്ഞു പോകുന്നു. പിന്നെ ഞാൻ മദ്രാസിലെ വീട് കൊടുത്തിട്ടാണ് ഇപ്പം ഈ റിവിയറയിലെ വാട്ടർസ്കേപ്സ് എന്ന് പറഞ്ഞിട്ട്, റിവിയറയുടെ അപ്പുറത്ത് ഇവിടെ വലിയ വാട്ടർസ്കേപ്സ്, ചാക്കുളാസിൻ്റെ ഫ്ലാറ്റ്സ്, അതിലൊരു പെൻറ്റ് ഹൗസ് എടുത്തു. അതൊക്കെ കുറേ കാലമായി. അവിടെ നിന്ന് താമസിക്കാൻ വയ്യ. അപ്പോൾ പിള്ളേരോട് പറയാം നിങ്ങൾ നോക്കിയിട്ടാണെന്ന് പറയും എന്നും പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചിങ്ങനെ അവരെയൊക്കെ ഓരോ തരത്തിലൊക്കെ അവർ ഉപയോഗിക്കും. ഞാൻ പറയും വല്ല കഥ കേൾക്കാനോ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോൾ താമസം എങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാതെ ഇപ്പോൾ എല്ലായിടത്തും കൂടെ എനിക്ക് പോയി നിൽക്കാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പറഞ്ഞ എൻ്റെ തൊട്ട് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇപ്പം ഈ പറഞ്ഞ എൻ്റെ തൊട്ട് ഇതിനിടയ്ക്ക് ഒരു മുട്ടുവേദനയും ഒരു കാലും ഒരു സെല്ലുലൈറ്റിസും അത് ഇച്ചിരി ഡയബറ്റീസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്ത് പോന്നു. അപ്പം മക്കള് അമ്മേ ഞങ്ങളുള്ളിടത്ത് വരും അമ്മേ. ഈ ഫ്ലാറ്റും ഞാൻ തന്നെ വാങ്ങിയതാണ്. അതാ എനിക്ക് തോന്നുന്നു, ഞാനൊരു സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ പഠിക്കുമ്പോൾ എപ്പോഴും വന്ന ആൻറ്റിയുടെ ഒരു ഇന്റർവ്യൂ വായിച്ചത് ഞാൻ ആലോചിക്കുന്നത്. സുഖുവേട്ടൻ എനിക്ക് മക്കളുടെ കാശിന്റെ ആവശ്യമില്ല, എനിക്ക് ആ വാചകം ഓർമ്മയുണ്ട്, 7 തലമുറയ്ക്കുള്ളത് എന്റെ സുഖുവേട്ടൻ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇപ്പം എല്ലാ മാസം ശമ്പളം കൊടുക്കലും കറണ്ട് ബില്ലും വെള്ളത്തിന്റെ ബില്ലും അതും ഇതും എല്ലാം മക്കളുടെ തലയ്ക്ക് പോകത്തില്ലേ. അപ്പൊ അതൊക്കെ നോക്കി കണ്ടു അദ്ദേഹം ചെയ്തതായിരിക്കും. പിന്നെ മക്കളാണ് വയ്യാതെ കിടക്കുമ്പോൾ അവർ ഓടി വരും, അമ്മ ചുമ്മാ ആയിരിക്കും അവിടെ അവർ ചെയ്യും. അത് അവരുടെ നല്ല മനസ്സും എൻ്റെ മുൻജന്മ സുഹൃതമോ എന്തോന്ന് അറിയത്തില്ല, അതുപോലെ നോക്കും. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ കൂടെ കയറി കിടക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ മരുമക്കൾക്ക് അവരുടേതായ ഒരു ലോകമുണ്ടെന്ന്. അത് അറിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നതാണ് ഒരു അമ്മായിയമ്മയുടെ ഏറ്റവും വലിയ കടമ. പിറന്നാളുകളും ആഘോഷിക്കും ഞങ്ങളെല്ലാവരും കൂടെ. എൻ്റെ പിറന്നാളിന് എല്ലാവരും ഇവിടെ വരും, അവരുടെയൊക്കെ പിറന്നാളിന് ഞാൻ അങ്ങോട്ട് പോകും. അല്ലാത്തപ്പോഴും വേട്ടമ്മ ചുമ്മാ ഇരിക്കണം, വാമ കൊണ്ടിട്ട് വാന്ന് പറയും. അത് ഇന്ദ്രനെ വിളിക്കും, പൂർണ്ണിമ വിളിക്കും, സുപ്രിയ വിളിക്കും, രാജുവും വിളിക്കും. ചിലപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ പുറത്ത് പോയി. പക്ഷേ ഇതെല്ലാം നടക്കുന്നുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പമില്ല, ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട്. പക്ഷേ എന്നും അവിടെ ചെന്ന് താമസിച്ച് മോളെ രാവിലെ ദോശയായോ എന്നൊക്കെ, അയ്യോ എൻ്റെ പൊന്നെ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. പൂർണിമ വളരെ ചെറിയ പ്രായത്തിലാണ് തിരുവനന്തപുരത്തേക്ക് മരുമകളായിട്ട് എത്തുന്നത്. കൂടെ അഭിനയിച്ച് നിൽക്കുന്ന ഒരാള് വീട്ടിലേക്ക് എത്തുകയാണ്. എങ്ങനെയായിരുന്നു ആന്റി? ഇപ്പം ഇന്ദ്രൻ അന്ന് വന്നിട്ട് ആന്റി തന്നെ അതൊന്ന് കണ്ടുപിടിച്ചത്. ഞാൻ ഇന്നലെ അത് പറഞ്ഞത് ആരോടോ, പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞ സീരിയലിൽ പൂർണ്ണിമ, അത് ഞാൻ അങ്ങനെയാണ് ഞാൻ വീണ്ടും അഭിനയ രംഗത്തേക്ക് വരികയാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്, എന്നെ ആദ്യമായിട്ട് KK രാജീവും AR പ്രൊഡക്ഷൻസും കൂടി സീരിയലിൽ വിളിക്കുമ്പോൾ അതിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ജയഭാരതിയും തിലകൻ ചേട്ടൻ്റെ സിനിമയിൽ നിന്ന് വരിക. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അയ്യോ ഭാരതിയൊക്കെയാണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പം തന്നെ അങ്ങ് സമ്മതിച്ചു. പക്ഷെ ആ വല്യമ്മയുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഭാരതിയുടെ മക്കളായിരുന്നു അന്ന് പൂർണ്ണിമയും മായാമോഷിമിയും. അവരെ എനിക്ക് മക്കളില്ലാത്ത വല്യമ്മ സ്നേഹിക്കുന്നതും കൊണ്ടു നടക്കുന്നതും ഒക്കെ ആയിട്ടാണ്. അപ്പം അങ്ങനെ ഷൂട്ടിംഗ് സ്ഥലത്ത് ഇന്ദ്രൻ വല്ലപ്പോഴും കാറും ഒക്കെ ആയിട്ട് വിളിക്കാൻ വരും. അങ്ങനെ കണ്ടുമുട്ടി. ഒരു സുപ്രഭാതത്തിലാവും പറയുന്നത്, നല്ല കൊച്ചാമ്മേ. ഞാൻ നല്ല കുട്ടിയാ, പക്ഷെ നിന്റെ പഠിത്തം തീരട്ടെ, എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ. എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ ആയതേ ഉള്ളായിരുന്നു. ഞാൻ പഠിത്തം കഴിയട്ടെ പോലെ നോക്കാം ആലോചിക്കാൻ. പഠിത്തം കഴിഞ്ഞു പിന്നെ ഞാൻ അത് രാജു അങ്ങനെ തന്നെയല്ലേ, അവൻ കണ്ടുപിടിച്ചോണ്ടു. അതല്ല ഞാനൊരു തമാശന് പറഞ്ഞത്, ചേച്ചിയുടെ ഞാൻ അയ്യോ ഞാൻ പോയി കൊണ്ടുവന്നല്ല, അവര് കൊണ്ട് എൻ്റെ കയ്യിൽ തന്നാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമല്ലോ അല്ലേ, അവരായി അവരുടെ കാര്യങ്ങളായി. കാരണം രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്നുള്ളവരാണ് അല്ലേ. എനിക്കൊന്ന് പൂർണ്ണിമ കുറച്ചുകൂടെ ഒരു ഹോംലി ഇതായിട്ടുള്ള ആളും സുപ്രിയ പുറത്ത്. അല്ല ശരിയാ, അത് ഡൽഹിയിൽ വളർന്നതിന്റെ ഒരു രീതി സുപ്രിയയ്ക്കുണ്ട്. അപ്പൊ അത് കാരണം ഇപ്പൊ എനിക്ക് ആരൊക്കെയാ എന്റെ സ്വന്തക്കാരൻ സത്യം സുപ്രിയ കഴിച്ചാൽ സുപ്രിയ മേപ്പോട്ട് നോക്കത്തേ ഉള്ളൂ, 1-2 പേരെ അറിയാവുള്ളൂ. കുറച്ചുകൂടെ പൂർണ്ണിമ നേരത്തെ വന്ന ആളായതുകൊണ്ട് എന്റെ അമ്മയുടെ ബ്രദേഴ്സാരാ, അവരുടെ മക്കളാരാ, അല്ലെങ്കിൽ എന്റെ ചേച്ചിയുടെ മക്കളെ ഒക്കെ ആയിട്ട് അമേരിക്കയിലും ദുബായിലും ഒക്കെയാ. പൂർണ്ണിമയ്ക്ക് അവരുമായിട്ടൊക്കെ കുറച്ചുകൂടെ അടുപ്പുണ്ട്. കാരണം സുപ്രിയ
സുപ്രിയയ്ക്ക് അവരെയൊക്കെ കാണുന്നത് കല്യാണവും കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ്. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ എന്ന് വെച്ചാൽ സ്നേഹക്കുറവല്ല, അതെ, സ്ഥിരമുള്ള കോണ്ടാക്ട്സ് കൂടുതൽ പൂർണ്ണമായിരിക്കും. അതുപോലെ തന്നെ പാത്തു ഭയങ്കര മോഡേൺ ആയിട്ട് ഭയങ്കര യോയോ, പക്ഷെ അമ്മൂമ്മ അതിനൊക്കെ ഒത്ത് നിൽക്കും. റീലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഞാൻ ചോദിക്കും ചിലപ്പോഴ്, ഞാൻ പറയാം എൻ്റെ മോളെ എൻ്റെ ഇതെൻ്റെ ഒരുപാട് ഇരിക്കുന്ന ഈ പഴയ ചുരിദാറിൻ്റെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കീറി അമ്മൂമ്മ തരട്ടെ എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവൾ ചിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, നിൻ്റെ അച്ഛനും അമ്മയും പറയും, അവർക്ക് വിരോധമില്ലേ എന്തോ വേണ്ടിയിട്ട്, പക്ഷേ ഇതേ ഉള്ളൂ, പഠിക്കണേ. ഞാൻ എപ്പോഴും പറയും. പക്ഷേ പാത്തു നന്നായിട്ട് പഠിക്കും, ഇളയമോൾ അതിനെക്കാട്ടി പഠിക്കും. അല്ലയാണെങ്കിൽ വേറൊരു അയ്യോ അലങ്കൃതയാണ് ശരിക്കും എൻ്റെ മോളെന്ന് പറയുന്നത്. അവൾ ഭയങ്കരമായിട്ടൊക്കെ ചില ഒബ്സർവേഷൻ ഒക്കെ നടത്തി അച്ഛനെന്നോ അമ്മയെന്നോ നോക്കത്തില്ല, കറക്റ്റായിട്ട് എല്ലാം പറയും. അപ്പം അമ്മൂമ്മ ഈ അച്ഛനടുത്തൊന്നും പറയണം കേട്ടോ. അത് ആലിക്കും ഉണ്ട് കേട്ടോ. ആലി വർത്താനം പറഞ്ഞ് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള സംസാരിക്കും. ഡാടാ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമാണ്. നാച്ചു ആണ് അമ്മൂമ്മയുടെ മോളെന്നാണോ പറഞ്ഞത്? നച്ചു കുറച്ചുകൂടെ, ഞാൻ കൊച്ചിലെ അവളെ പാട്ട് പാടി ഉറക്കെ എൻ്റെ കൂടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആലിയെ പിന്നെ സുപ്രിയ അങ്ങനെ വിട്ടിട്ടില്ല. ഇവിടെ വരും, എല്ലാം കൂടെ കളിച്ചൊക്കെ പോകുന്നല്ലാതെ അലങ്കൃതയാണ് ഞാനുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നത്. കൊച്ചിലെ ഞാൻ നാളെ വരാം. നക്ഷത്ര, സോറി, അത് നക്ഷത്ര. അപ്പൊ നക്ഷത്രയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവക്ക് അമ്മൂമ്മ അമ്മൂമ്മയുടെ തീർച്ചയായിട്ടും അവളെല്ലാം അല്ലേ അമ്മൂമ്മയുടെ ഇവിടെ വന്നാലും അതെ വളരെ ഹോംലി. അവക്ക് ഇവിടെ നിന്നോന്ന് പറഞ്ഞാൽ അവളിവിടെ നിൽക്കും. അതിനൊക്കെ ഒരു മടിയില്ല. കാരണം അമ്മൂമ്മയുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാല് എല്ലാ ഇഷ്ടങ്ങളും സാധിക്കുമെന്ന് നന്നായിട്ട് അറിയാം. ഇപ്പം ആലിയുടെ ഓരോ അലങ്കൃതയുടെ ഓരോ ചെറിയ ഐറ്റംസ് കുറിപ്പുകളും ഒക്കെ സുപ്രിയ അപ്പൊ അതൊക്കെ എങ്ങനെ മല്ലികാന്റിയോട് ഷെയർ ചെയ്യാൻ? എനിക്ക് ബുക്കൊക്കെ കൊണ്ട് തന്നു. അപ്പൊ ഞാൻ എല്ലാം ഷെയർ ചെയ്യും. പിന്നെ ഇങ്ങനെ എഴുതി, കൊറോണയെ കുറിച്ച് എഴുതി. പിന്നെ പിന്നെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പറയും, അതെല്ലാം പറയും. അപ്പൊ ഞാനിതുപോലെ പറയും, ഓരോ സമ്മാനമൊക്കെ കൊണ്ടുപോയി താങ്ക് യു അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ ഇഷ്ടം അതൊക്കെ. പിന്നെ ഇവിടെ വരുമ്പോൾ അവക്കറിയാം ചില സംഭവങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് ഇവിടെ റെഡിയാക്കി ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് പഴുത്ത വാങ്ങാൻ വലിയ ഇഷ്ടം. അപ്പൊ നല്ല മാമ്പഴ സീസണൊക്കെ വരുമ്പോഴേ അപ്പൊ അവള് തന്നെ പറയും വരുമ്പം, ഐ ടോൾഡ് യു നോ അച്ഛമ്മ ഇതെല്ലാം ഇവിടെ വാങ്ങിച്ചു വയ്ക്കുന്നു. അങ്ങനെയൊക്കെ അവള് കണക്ക് കൂട്ടി വരും. അച്ഛമ്മ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ ഉണ്ടാവും എന്നൊരു ധാരണ തന്നെയാ വരുന്നത്. അസലൊരു പൃഥ്വി ഇല്ലേ കാണുമ്പോഴും പലപ്പോഴും രാജുവിന്റെ അതേ ഛായയാണ്. പക്ഷേ എനിക്ക് അതാ വലിയ സന്തോഷം. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിനെ ഭഗവാൻ നോക്കട്ടെ. കാരണം അവള് ഭയങ്കര ആലോചിച്ച് സംസാരിക്കും ഒരു കുഞ്ഞ. വളരെ ഇതായിട്ട് ചുമ്മാതെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് ഏതാണ്ടോ ഒരിക്കൽ സംസാരിച്ചപ്പോൾ സുപ്രിയ പറഞ്ഞു, മോളെ അച്ഛനും അച്ഛമ്മയായിട്ട് സംസാരിക്കുമ്പോൾ ചുമ്മാ കയറി ഇന്ററപ്റ്റ് ചെയ്ത് ഇങ്ങനെ ശബ്ദം ഉണ്ട്. അത് അറിയാതെ എന്തോന്നോ രാജു സംസാരിച്ച സുപ്രിയ ഏതാണ്ട് പറഞ്ഞപ്പോൾ അവള് ചോദിച്ചു, യു ടോൾഡ് മീ ഡോണ്ട് ടു ഇന്ററപ്റ്റ് വെൻ അച്ഛ ടോക്സ് വിത്ത് അച്ഛമ്മ. നൗ വാട്ട് ആർ യു ഡൂയിങ്? അടി ഭയങ്കര അത് ആക്ച്വലി ആ സംസാരത്തിൽ ചേർന്നതാണ് സുപ്രിയ. പക്ഷെ പുള്ളിക്കാരി നോക്കിയപ്പോ സംസാരത്തിന്റെ ഇടയിൽ അമ്മ സംസാരിക്കുന്നു ഒബ്സർവ് ചെയ്തിട്ട്. അങ്ങനെ ചില ടൈമിങ് നമുക്ക് കുഞ്ഞാള് കൊള്ളാമല്ലോ എന്ന് തോന്നും. അതെനിക്ക് തോന്നുന്നു പാത്തും നച്ചും എനിക്കൊന്ന് കുറച്ചുകൂടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരാൾ നന്നായിട്ട് പാടും, നാച്ചു ഡാൻസ് ചെയ്യത്തില്ലേ? എല്ലാരും ഡാൻസ് ചെയ്യും. പാത്തു ആണെങ്കിൽ നന്നായിട്ട് രണ്ടുപേരും അതെ. പാത്തുവിനെ കണ്ടിപ്പോ ഇളയാളും പിയാനോയും ഗിറ്റാറും ഒക്കെ പഠിക്കും. പാത്തു അസലായിട്ട് പിയാനോ വായിക്കും, ഗിറ്റാർ വായിക്കും, എല്ലാം ഈ വെസ്റ്റേൺ മ്യൂസിക്കാണ്. ജസ്റ്റിൻ ബീബർ എന്ന് പറഞ്ഞ് തുടങ്ങിയതാ പ്രാന്ത. ഏതായാലും ഇപ്പൊ അതവള് അതെ ആ ഒരു പുറത്തുപോയി ഒറ്റയ്ക്ക് ഈ ഒരു പ്രായത്തിലേ പഠിക്കുന്നു. എനിക്ക് നന്നേ പാത്തുവിന് അത് ആയിരുന്നു പത്ത് പറയായിരുന്നു ഞാൻ എന്തായാലും ലണ്ടനിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ അവള് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഈ ഡിഗ്രി എന്താ തിയേറ്ററോ മ്യൂസിക് എന്തൊരു പ്രത്യേക കോഴ്സാണ്. അത് കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ പോകാനായിട്ട് പ്ലാൻ ഉണ്ട്. അമ്മമ്മ നോക്കട്ടെ, ഞാൻ അതൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ പോയാൽ മതി മക്കളെ എന്നൊക്കെ ഞാൻ പറയും എന്നൊക്കെ പറയാറുണ്ട്. അമ്മമാരല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നാലും പാത്തു എന്ന് പറയുമ്പോ ആദ്യത്തെ കൊച്ചുമോളാണ് അല്ലേ? ആദ്യത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോട്ടോ കയ്യിലുള്ളത് പാത്തുവിന്റെയാണ്. അപ്പൊ ആ പാത്തുവിനോടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ്? ആദ്യത്തെ കൊച്ചുമകളാണ്. തീർച്ചയായിട്ടും പാത്തുവിനെ പ്രസവിക്കുമ്പോഴും എല്ലാം ഞാൻ കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞാനെപ്പോഴും ആലോചിക്കുന്നു, വെള്ളിയാഴ്ച ഈ പറഞ്ഞ ചോറ്റാനിക്കരെ ദേവിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ ദേവിയുടെ നക്ഷത്രത്തിൽ തന്നെ വൈകുന്നേരം സന്ധ്യയ്ക്ക് ദീപാരാധന സമയത്ത് അപ്പം ഞാൻ അന്നേ പറഞ്ഞു, എൻ്റെ പൊന്നെ ദേവി ഈശ്വര മിടുക്കിയായിട്ടൊക്കെ തരണം, പെൺകുട്ടികളല്ലേ. അപ്പം ഞാനിങ്ങനെ ഈ പറഞ്ഞോട്ട് അന്ന് തൊട്ടേ പാത്തു അതെ കേട്ടോ കൊച്ചിലെ ഇവിടെ വന്ന് നിൽക്കും. ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ കൂടെ ശനി ഞായറും കൂടെ നിൽക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പാത്തു വളരും തോറും ഈ നക്ഷത്രം ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങി. പാത്തു ഞാൻ അച്ഛമ്മയുടെ മോൾ അവളാന്നങ്ങ് സ്ഥാപിച്ചെടുത്തു. അപ്പൊ പാത്തു ഇപ്പൊ ഇന്ദ്രൻ രാജു അങ്ങനെയാണല്ലോ. രാജു ജനിച്ചപ്പോ ഇന്ദ്രൻ 2-3 വയസ്സാവാറായി. പിന്നെ 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 ഇന്ദ്രൻ ഒരു കാർന്നോരായി, രാജു കുഞ്ഞു വാവയായി. അപ്പൊ ഞാൻ വലിയ രാജുവായിട്ട് വലിയ എടുപ്പായിരുന്നു. രാജുവിനെ ആരും വഴക്ക് പറയാൻ സമ്മതിക്കത്തില്ല. രാജു കരഞ്ഞ അവന് സങ്കടം. അതുപോലെ ആയി കുറച്ചു കാലം കഴിഞ്ഞപ്പോ പാത്തുവിന് അച്ഛൻ കൂടി. ഇപ്പൊ അവര് തമ്മില എല്ലാം. ശരിക്കും പറഞ്ഞു എനിക്കൊന്ന് ഇന്ദ്രേട്ടൻ
ഇപ്പോഴും അങ്ങനെയാണ്. എല്ലാരും പെട്ടെന്ന് പറയാ ഇന്ദ്രേട്ടൻ മലയാന്റിയെ പോലെയും രാജു കൂടുതൽ സംസാരിക്കും. ഞാനും ഇന്ദ്രനും ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം പെട്ടെന്നാണ് ഞങ്ങളെ കുശലം ചോദിക്കുന്നതൊക്കെ. മറ്റദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഇരിക്കും. ആരാ എന്താ അത് ശരി ഓഹോ ഈ ഹൂ ഹൂ എന്നൊക്കെ കുറെ മൂളലൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഫുൾ വാചകം പറഞ്ഞു തുടങ്ങുന്നത്. ഇതേ ഉള്ളൂ. പക്ഷെ അവനും എല്ലാവരുമായിട്ട് അടുപ്പമാണ്. പിന്നെ പെട്ടെന്ന് അധികം കണ്ട് പരിചയമില്ലാത്തവരുമായിട്ട് വേഗം അങ്ങോട്ട് ചേരാനായിട്ട് രാജു കുറച്ച് ടൈം എടുക്കും. ഞാനും ഇതിന്റെ കാണുമ്പോഴേ തുടങ്ങും ചിലപ്പോൾ. അതാ അത്രേ ഉള്ളൂ വ്യത്യാസം. ലൂസിഫർ ലാൻഡിനെ നമ്മൾ കണ്ടില്ല, എമ്പുരാനിലുണ്ടാവോ? അയ്യോ ഇല്ല ഇല്ല. ഞാനിപ്പോൾ അവർ അഭിനയിക്കുന്ന പടങ്ങളിൽ അഭിനയിക്കണം, അവർ ഡയറക്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ അത് എനിക്ക് എന്നെ പിന്നെ ബ്രോഡാർഡിൽ വിളിക്കുന്ന മോഹൻലാലാ എന്ന് പറഞ്ഞ ലാലുവാ, രാജു അല്ല. അയ്യോ ആദ്യം രാജു ഇവിടെ വന്നിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് അമ്മയ്ക്ക്, ഇപ്പൊ ഒരു ഫോൺ വരും എന്നൊക്കെ അല്ല അവൻ അറിഞ്ഞു കാണും തീർച്ചയായിട്ടും. അപ്പൊ ലാലു വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞാനേ ചേച്ചിയുടെ കണ്ട സാറാസ് എന്ന് പറഞ്ഞ പടം ഈയിടെ ഒന്ന് കണ്ടായിരുന്നു, അതുപോലെ ഒരു അമ്മച്ചിയെ ഞങ്ങൾക്ക് വേണം ബ്രോഡാഡിയിൽ എന്ന് പറഞ്ഞു. തൊട്ട് പറയാം ആൻ്റണി, പ്രൊഡ്യൂസർ വിളിക്കുന്ന ആൻ്റണി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഞാൻ ആൻ്റണി എന്ന് പറയുന്നു, വാസ്തവത്തിൽ നിർമ്മാതാവാണ്. പക്ഷേ എനിക്ക് ഇവരെയൊക്കെ ഒരു 10-20 വയസ്സ് തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ, എനിക്ക് ലാലു എന്ന് പറഞ്ഞാൽ ഒരു 6-7 വയസ്സ് തൊട്ട് എനിക്കറിയാം. ഞാൻ എപ്പോഴും ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു പത്രക്കാർ, ഞാൻ എനിക്ക് ലാലുവിൻ്റെ അടുക്കുന്നത് സീരിയസ് ആയിട്ടല്ല, എന്താ നിങ്ങളുടെ അഭിപ്രായം, അങ്ങനെയൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഞാൻ എൻ്റെ ഒരു കൊച്ചനിയനെ പോലെ കൊണ്ടു നടന്ന കുഞ്ഞാത്, എൻ്റെ ചേട്ടനുമായിട്ടാണ് കൂടുതലടപ്പം. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്. ലാലുവായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്തുകൊണ്ട് പോലെ വിശേഷം ചേച്ചി, അമ്മ ചേച്ചിയുടെ കാര്യം ചോദിക്കും, പിന്നെ മൊത്തത്തിൽ സുജിയുടെ കാര്യം ചോദിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ജനറലായിട്ടുള്ള കാര്യങ്ങളല്ലാതെ സീരിയസ് ആയിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്കില്ല പഴയ കുഞ്ഞ് ലാലുവിനെ ഓർമ്മ വരുന്നത്, കുസൃതി കൊടുക്കുക. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ പോലെ ലാലു വിളിച്ച് കഴിഞ്ഞപ്പോൾ ആൻ്റണി വിളിക്കുന്നത്. അപ്പോൾ ആൻ്റണി അതെ വളരെ ചെറുപ്പം മുതലേ ആ വീട്ടുമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ചേച്ചിയെ ഞങ്ങളുടെ പടം, ഞാൻ പറഞ്ഞു എൻ്റെ മോന് ഇവിടെ നിന്ന് ഒരു സർപ്രൈസ് ഉണ്ട്, ഒരു നല്ല വേഷം കിട്ടിയാൽ അഭിനയിക്കുമെന്ന് ചോദിച്ചു. ഇവൻ ആരിത് ചോദിക്കാൻ, മോഹൻലാലിൻ്റെ ഒരു പടത്തിനകത്ത് ലാലുവിൻ്റെ അമ്മച്ചിയായിട്ട് അഭിനയിക്കാൻ ആരെങ്കിലും പറ്റത്തില്ലെന്ന് പറയുമോ? ഞാൻ പറഞ്ഞു അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയാണ് വസലൻ്റെ തുടക്കം തന്നെ. പിന്നെ അതുകൊണ്ട് ഇപ്പൊ രാജു ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലൊക്കെ യാതൊരു അതിമോഹങ്ങളും എനിക്കില്ല. അല്ല എന്തൊരു രസമായിരുന്നു, പ്രത്യേകിച്ച് ആ കുഴമ്പ് നിങ്ങള് അമ്മയും മോനും അല്ല. സത്യം പറഞ്ഞാൽ ഞാൻ മോഹൻലാൽ അത് അയച്ചു കൊടുത്തു കേട്ടോ. ഒരു 3-3.5 വയസ്സുള്ള കുഞ്ഞ്, ഞാൻ ഏതൊരു ചാനലിൽ ഒരു ഷോയ്ക്ക് പോയപ്പോൾ അയ്യോ ചട്ടയും മുണ്ടും കൊടുത്ത് ഇങ്ങനത്തെ വളയമൊക്കെ എങ്ങാണ്ട് നിന്നൊക്കെ വാങ്ങിച്ച് ഫിറ്റ് ചെയ്തിട്ട് വന്നു. ജോണിക്കുട്ടിയെ ഏത് പാർലറിലാടാ നിന്റെ കെട്ടിയോള്? ഞാൻ ചോദിച്ചു മക്കളെ ഇനി വന്നേ എൻ്റെ പൊന്നോൾ എങ്ങനെയാണ് ഇതൊക്കെ കാണാൻ പഠിച്ചത്? ഞാൻ കുറേ ഭാഷ കേട്ടൊക്കെ പഠിച്ചതാന്നൊക്കെ പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ വർത്താനം കാണുക മിടുമിടുക്കി ഒരു കുഞ്ഞ്. അത് ആ കുട്ടി എൻ്റെ വീഡിയോ. അല്ല ശരിക്കും പറഞ്ഞാൽ അത് കണ്ടാൽ നമുക്ക് തോന്നുകയില്ല, കാരണം അത്രയ്ക്ക് ഇപ്പൊ ആന്റി പറഞ്ഞു ആന്റി വളരെ കുഞ്ഞിലെ തൊട്ട് കാണുന്ന ആളാണ്. എനിക്ക് ഒരുപാട് പേര് ആസിൽ എന്തൊരു നാച്ചുറലാണ്. പിന്നെ ലാലുവിനോട് ചോദിക്കും ഞാൻ എത്ര മാസമായി, ലാലു നാണിച്ച് ഇങ്ങനെ. അപ്പൊ ഇത് ഓരോന്നും വർണ്ണനയോടുകൂടി എഴുതി 1000 മെസ്സേജ് എങ്കിലും അത് കൂടുതൽ വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ലണ്ടനിലും ഓസ്ട്രേലിയ, ഗൾഫ്, അമേരിക്ക. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര ഈ സീൻ ഇങ്ങനെ എല്ലാവരും പറയുന്നു. അത്രയ്ക്ക് രസമാണ് ആ സീൻ. അതുപോലെ തന്നെ രാജു ക്യാമറയുടെ പുറകിലാണല്ലോ, കൊള്ളാന്ന് പറഞ്ഞൊരു സത്യം കേട്ടോ. ഞാൻ നോള പറഞ്ഞൊന്നുമല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ഭാവി ഉണ്ടെന്ന്. അപ്പം ഞാൻ അസോസിയേറ്റ് മോനെ ഇനി വന്നേ മോനെ എന്തോ അമ്മച്ചിക്ക് ഭാവിയുണ്ട്. ആ ശരി, ആയിരിക്കുന്നവൻ്റെ അച്ഛൻ്റെ ഫോട്ടോയാണേ പുറകില്ലേ, ചോദിക്കാൻ പറ ഭാവി ആര് തീരുന്നു പറഞ്ഞ് ഞാൻ വെറുതെ കളിയാക്കി. അമ്മച്ചിക്ക് ഭാവി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ ആ സംവിധാനമൊക്കെ ആയപ്പോൾ. ഇപ്പൊ ആന്റി നമ്മൾ ഇപ്പൊ സ്ത്രീ സഹജമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ആന്റി ഇപ്പൊ ഇത്രയും സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നു, നിറയെ സാരികളുണ്ട്. ഇപ്പൊ പൂർണിമയ്ക്ക് പ്രാണ എന്നൊരു ബ്രാൻഡുണ്ട്. അപ്പൊ ആന്റിയുടെ കോസ്റ്റ്യൂം സെലക്ഷൻ ഒക്കെ ആരാ? മരുമോള് ഫാഷൻ ഡിസൈനർ? അല്ല, ഞാൻ തന്നെ പോയി എടുക്കാം. അത് പൂർണ്ണ പറയാം കേട്ടോ. അമ്മയുടെ സാരി. അപ്പൊ എനിക്ക് സീരിയലിലൊക്കെ ഞാൻ ഒരു സീരിയൽ മൊത്തം അഭിനയിച്ചപ്പോൾ അതിന്റെ പേരിൽ തന്നെ ഒരു 100 സാരി വരും. എന്നുവെച്ചാൽ ഒരു സീൻ കഴിയുമ്പോൾ മാറാൻ പറയും വരും. അപ്പൊ എപ്പോഴും നമുക്ക് അത് പിന്നെ തന്നെയല്ല ഇപ്പൊ സീരിയലിൽ നിന്ന് കിട്ടുന്ന കാശ് ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുക്കണ്ടല്ലോ, ആ കാലം കഴിഞ്ഞില്ലേ. അപ്പൊ അങ്ങോട്ടൊന്നും കൊടുക്കണ്ട. തന്നെയാണ് ഈ സാരി സെലക്ഷൻ. കല്യാണാണ് എന്റെ കട. കല്യാൺ മോനാണല്ലോ ബ്രാൻഡ് അംബാസിഡർ. തീർച്ചയായിട്ടും മോൻ ബ്രാൻഡ് അംബാസിഡർ. എന്നിട്ട് ഞാൻ അവരുടെ കളിയാക്കും. അത് ശരി, മോൻ ബ്രാൻഡ് അംബാസിഡർ, മോനും ഭാര്യയും കൂടെ ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ പോയി ഒക്കെ തുണിയൊക്കെ വാങ്ങിക്കുന്നത്, തള്ള ഇവിടെ കൊണ്ടുവന്ന കാശിന് ഞാൻ കല്യാണം ചെല്ലുമ്പോൾ ഇത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ചിരിയാ. ഞാൻ കണ്ടല്ലേ
എൻ്റെ മോൻ്റെ പേര് കളയാതിരിക്കാൻ അമ്മ കിട്ടുന്ന കാശെല്ലാം ഇവിടെ കളയുന്നുണ്ട്. പ്രാണേന്ന് സാരി എടുക്കാറുണ്ടോ ആന്റി? എടുക്കണ്ടല്ലോ, എൻ്റെ മോളെ എനിക്ക് കൊണ്ട് തരും. ഓണത്തിന് തരും, വിഷുവിന് തരും, എല്ലാം പ്രാണേന്നാണ്. അപ്പം എന്നിട്ട് പൂർവ്വ പറയുമ്പോ അമ്മേ ഇതിങ്ങനെ വെറുതെ ഇരുന്നാൽ പഴയതാവും, ഇങ്ങോട്ട് എടുക്കമ്മ, വെട്ടി 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 ഞാൻ ഓരോ ഡിസൈനിൽ ഓരോ ഉടുപ്പ് തയ്ച്ച് അമ്മയെ കാണിക്കാവുന്ന. ഞാൻ പറയാം എടുത്തോണ്ട് പോകും മോളെ എന്ന് പറയുകയും ചെയ്തു. കാരണം എല്ലാവർക്കും അറിയാൻ ആഗ്രഹമാണ് ആന്റിയുടെ സാരി. അല്ലല്ല, അത് ഈ കമന്റ്സിൽ തന്നെ വരുമ്പോ വലിയ ചേച്ചിയുടെ സാരി. ഞാൻ പറയും ചുരുക്കം പറഞ്ഞ സാരി കാണാനാണോ, നമ്മുടെ അവരെ ഒന്നും ആരും കാണുന്നില്ലേ ഈശ്വരൻ. എന്നാലും ഈ പ്രായത്തിൽ ആന്റി ഇത്രയും സെലക്റ്റീവ് ആയിട്ട് സാരികൾ എടുക്കുന്നു എന്നുള്ളത് എന്താ അറിയാം, എളുപ്പമാ മോളെ. ഒരു കടയിൽ ചെന്നിട്ട് ഒരേപോലെ 4 കളറുള്ളത് എടുക്കരുത്, ഒന്നുള്ളത് ഇനി എടുക്കുക. ഇതിന്റെ വേറെ കളറുണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് എടുത്തോണം. അപ്പൊ പിന്നെ സീക്രട്ട് മല്ലികാ സുമാന്റെ സാരിയുടെ സീക്രട്ട്. അപ്പൊ ഉടനെ ഒന്നും അതേപോലെ വേറൊരു സാരി എവിടെയും കാണത്തില്ല. അതാണ് എനിക്കൊന്ന് 2023 ഏറ്റവും ഓണത്തിന്റെ ദിവസം ഏറ്റവും ഹിറ്റായ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് മല്ലിക ആന്റിയും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടെ ഉള്ളതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓണം എല്ലാവരും കൂടി ഇവിടെ ആയിരുന്നു. നല്ല പായസമൊക്കെ വെച്ച് നല്ല സുഖമായിട്ട് ഊണ് കഴിച്ച് മരുമക്കള് വിളമ്പി, ഞാനും മക്കളും കൂടി ഇരുന്നു, കൊച്ചുമക്കളും കൂടി ഇരുന്നു. കൊല്ലവും അതുപോലൊക്കെ ഈശ്വര രാജു ഗുജറാത്തിൽ പോകുന്നൊക്കെ കേട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും എന്റെ പിറന്നാളിന് വരണം, അത് ഞാൻ പറഞ്ഞു. അത് നിർബന്ധമാണ് ആന്റിക്ക്. ആകെ ആ ഒരു നിർബന്ധം. വയസ്സായി വരുമ്പോ എല്ലാരും പിറന്നാളൊക്കെ വന്ന് ആ സമയത്ത് വന്ന് അമ്മയുടെ കൂടെ ഒരു ശാല ഊണ് കഴിച്ചു പോകും. പണ്ട് ഇന്റർവ്യൂവിൽ ആന്റി പറഞ്ഞിട്ടുണ്ട് രാജു എവിടെ പോയി സാരി വാങ്ങിച്ചോണ്ട് എല്ലാം വെള്ള കളർ. അങ്ങനെ കഥയില്ല. അതെന്താ അറിയാമോ, ഞാൻ എപ്പോഴും പറയും മോനെ വെള്ളയിൽ ബോർഡർ ഉള്ളതോ ക്രീം കളറിൽ അതൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ഈ സീരിയൽ അഭിനയം വന്നപ്പോൾ അത് മാത്രം എടുത്താൽ പറ്റത്തില്ല, നമുക്ക് ക്യാരക്ടർ അനുസരിച്ച് ഓരോന്ന് കൊടുക്കണമല്ലോ. പക്ഷെ ഇപ്പോഴും മക്കള് കൊണ്ടുതരുന്ന പട്ട് സാരികളൊക്കെ യാത്ര കഴിഞ്ഞ് വരുമ്പം അല്ല, അയ്യോ ഓണത്തിനൊക്കെ എല്ലാവരും എടുത്ത്, ഓണം, വിഷു, എന്റെ പിറന്നാള്, ചിലപ്പോ ഒക്കെ സ്വർണം കിട്ടാറുണ്ട്. ഈയിടെ സ്വർണം കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂടെ പറയാം. അല്ല ഇപ്പൊ നേരത്തെ എന്റെ ഇന്റർവ്യൂവിൽ ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് അച്ഛനും അമ്മയും തന്നതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വീതിക്കും? അല്ല 3 പെൺപിള്ളേരല്ലേ? അയ്യോ 3 പെൺകുട്ടികളല്ലേ ഈശ്വര. അപ്പൊ ഞാനിങ്ങനെ കളിയാക്കും. ഒരിക്കൽ കാണാം ഇന്ദ്രനും ഡയമണ്ടിന്റെ എന്തോ ഒരു കമ്മൽ പോലെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു രാജു. അത് ഞാൻ പറഞ്ഞടാ ഈ ആണ്ടില്ലേ 2 ദിവസം ആക്കാൻ പറ്റുമോ പിറന്നാള്? രണ്ടുപേരും കൂടെ ചിരി തുടങ്ങി. അയ്യോ അതീമോ ഞാൻ പോലെ അല്ല, ഇങ്ങനെയൊക്കെ തരുമെങ്കിൽ നമുക്ക് 2 ദിവസം ആഘോഷിക്കാം. 2 പേർക്കും ഇപ്പം അച്ഛന്മാരാണല്ലോ, പൃഥ്വിയും ഇന്ദ്രൻ. ഈ 2 പേരെ അച്ഛന്മാരെങ്ങനെ ഡിഫറൻസ് ആന്റിക്ക് തോന്നിയിട്ടുള്ളത്? പൃഥ്വിയിലെ അച്ഛൻ, ഇന്ദ്രനിലെ അച്ഛൻ. പൃഥ്വിയുടെ അല്ല അച്ഛൻ ഇപ്പൊ 2 പേർക്കും മക്കളായി. അപ്പൊ 2 പേരും അത് എനിക്ക് തോന്നുന്നത് രാജു ഭയങ്കര അവന് ഈ പറഞ്ഞോട്ട് അഥവാ കറങ്ങി തിരിഞ്ഞ് ഓടി വന്നാലും അവന് ഈ പറഞ്ഞോട്ട് അലങ്കൃത ഡാടാ അവക്ക് ഡാടയെ കണ്ടാ പിന്നെ അങ്ങ് വലിയ ഇതാ ഈ പറഞ്ഞതുപോലെ. അത് അങ്ങനെയാണല്ലോ, വല്ലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കാണുമ്പോൾ ഇത് വരും. ഇന്ദ്രൻ കുറെ കൂടെ പിള്ളേരുമായിട്ട് കളിക്കും. അയ്യോ തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. ഞാൻ പറയാം നീ എന്തോടാ അവരുടെ അച്ഛൻ, നീ എന്തോ അമ്മ അവളുമാര് പറഞ്ഞൊരു മറുപടി പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറെ കൂടെ ഒരു ജോവിയൽ ഒരു അറ്റ്മോസ്ഫിയർ ആണ് വീട്ടില്. ഇവള് കുഞ്ഞല്ലേ കുറച്ചുകൂടെ അലങ്കൃത. അപ്പൊ അവൾ രാജു വരുമ്പോ അവൾക്ക് അവളുടെ ആവശ്യങ്ങൾ പറയുക, അത് ചെയ്തു കൊടുക്കുക, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് 2 പേരും അതെ. അവർ ഓഫ്കോഴ്സ് അവരുടെ മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ പണ്ടൊക്കെ അലങ്കൃത ആന്റീനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു പരാതി പറയാനൊക്കെ. അപ്പൊ വളർന്നുപോയി. പണ്ട് ആദ്യം ഇവിടെ കുഞ്ഞിന് അതെനിക്ക് അന്നേരം ഒരു 2 വയസ്സൊക്കെ ഉള്ളൂ. കയറി വന്നപ്പോഴത്തേക്ക് എന്തോ ഏതാണ്ടോ പറഞ്ഞപ്പോഴത്തേക്ക് എന്താ വെച്ചപ്പോ അതിങ്ങനെ ഡാഡ എന്തോന്നോ 3 വയസ്സ് കാണുമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ അവനിങ്ങനെ ഇവിടെ ഇരിക്കാം, കൊച്ചു കുഞ്ഞിനെ വഴക്ക് പറഞ്ഞ് കരയിപ്പിക്കാതെ പറഞ്ഞപ്പോൾ അപ്പൊ യോ ചുമ്മാതാ വെറുതെ ഇങ്ങനെ തട്ടി കാണിച്ചുള്ളൂ. അവളതിങ്ങനെ ശ്രദ്ധിച്ചു. പിന്നത്തെ പ്രാവശ്യത്തിൻ്റെ ഈ വാതിൽ തുറന്നപ്പോ തന്നെ അച്ഛമ്മ ഡാഡ വഴക്ക് ഇന്നും വഴക്ക് പറഞ്ഞാൽ എൻ്റെ അമ്മേ അച്ഛമ്മയ്ക്കൊരു അധികാരം ഉണ്ടെന്നറിയാം എന്നെ ഏറ്റവും തല്ല് തരാനായിട്ട്. ഇവളുണ്ടാക്കിയ കഥയാണ്, ഞാൻ അവളെ ഇപ്പോഴാണ് വൈകിട്ട് കണ്ടതെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വളർന്നപ്പോൾ അതൊക്കെ മോളും അങ്ങ് മറന്നു. സ്മാർട്ട് കാര്യമായിട്ട് സംസാരിക്കും. ക്രിസ്മസ് അവധി നമ്മൾ ചോദിക്കും അച്ഛമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ, അച്ഛമ്മ ഫ്ലാറ്റിൽ പോവാ നമുക്ക് അവിടെ നിൽക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി. ആരും പറഞ്ഞു കൊടുക്കാതൊക്കെ ഞാൻ പറഞ്ഞു മക്കളെ തൊട്ടപ്പുറത്തല്ലേ, അച്ഛമ്മയ്ക്ക് ഇവിടെ വരുന്ന ഇഷ്ടം, നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ അച്ഛമ്മ പഴുത്ത വാങ്ങുകയും അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി ഇരിക്കും. പിന്നെ അച്ഛൻ എപ്പോഴാണ് മക്കളെ ഫ്രീ ടൈം കിട്ടുന്നത്, എപ്പോഴല്ലേ വരാൻ നോക്കൂ, എപ്പോഴാണ് അച്ഛനും അമ്മയും അവിടെ ഉള്ളതെന്ന് അച്ഛമ്മയ്ക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഒരുപാട് സന്തോഷം ആന്റി. എനിക്ക് ആന്റി വളരെ തിരക്ക് പിടിച്ച സമയമായിരുന്നു. എല്ലാവർക്കും എന്നെ കാര്യം എവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി. ഞാൻ ഒരു പഴയ സുഹൃത്തിൻ്റെ ഭാര്യ, ആ ചേച്ചി എന്നുള്ള സ്നേഹം എപ്പോഴും എല്ലാവർക്കും എന്നോടുണ്ട്. അതുകൊണ്ട് തന്നെ കൈരളിയിലെ പ്രേക്ഷകർക്കെന്ന് മാത്രമല്ല അതിനുള്ളിലുള്ള കൈരളി കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ.